മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി മേൽനോട്ട ഉപസമിതി. പരിശോധനയ്ക്ക് ശേഷം കുമിളിയിൽ നിർണായക അവലോകന യോഗം ചേർന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 123 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം പരിശോധനയ്ക്കെത്തിയത്. ഉപസമിതി അധ്യക്ഷൻ ഗിരിധരന്റെ നേതൃത്വത്തിലായിരുന്നു മുല്ലപ്പെരിയാറിലെ പരിശോധന. തമിഴ്നാടിന്റെ പ്രതിനിധികളായി പെരിയാർ വൈഗെ നദീതട വിഭാഗം മേൽനോട്ട എഞ്ചിനീയർ സാം ഇർവിൻ, പെരിയാർ അണക്കെട്ട് പ്രത്യേക വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെൽവം എന്നിവരും, കേരളത്തിന്റെ പ്രതിനിധികളായി എറണാകുളം സെൻട്രൽ സർക്കിൾ ജലസേചന വിഭാഗം മേൽനോട്ട എഞ്ചിനീയർ ഷൈനി ജോസഫ്, കട്ടപ്പന ജലസേചന ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, എർത്ത് ഡാം, ഗാലറി എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി നിരീക്ഷണം നടത്തിയ സംഘം 3, 6 നമ്പറുകളിലെ ഷട്ടറുകളുടെ പ്രവർത്തനവും പരിശോധിച്ചു. അണക്കെട്ടിലെ സ്പീവേജ് വാട്ടർ മിനിറ്റിൽ 35.038 ലിറ്റർ എന്ന തോതിലാണ് രേഖപ്പെടുത്തിയത്. പരിശോധനയ്ക്ക് ശേഷം വൈകുന്നേരം കുമിളിയിലെ മേൽനോട്ട സമിതി ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. നേരത്തെ നടന്ന യോഗങ്ങളിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും വള്ളക്കടവ് മുതൽ മുല്ലപ്പെരിയാർ വരെയുള്ള തകർന്ന റോഡുകൾ അടിയന്തരമായി പുനരുദ്ധീകരിക്കണമെന്നും തമിഴ്നാട് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലുള്ള വിവിധ പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തി. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.